നമ്മുടെ മുമ്പിലിരിക്കുന്നത് ടിഞ്ചു പത്മനാഭനാണ്. ടിഞ്ചു ഒരു പ്രോബ്ലം സൊല്യൂഷൻ ഉണ്ടാക്കിയൊരു വ്യക്തിയാണ്. ഒരു വലിയ പ്രോബ്ലമാണത്, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഇപ്പം നമ്മുടെ വീട്ടിലൊരു AC കംപ്ലൈൻ്റ് ആയി, നല്ല വേനല്. അപ്പോൾ ഒന്ന് ഒരു AC മെക്കാനിക്കിനെ വിളിക്കുകയാണെങ്കിൽ ഒരു 1 hourനുള്ളിൽ വരാൻ പറ്റുമോ? യെസ് എന്ന് ഒരു AC മെക്കാനിക്ക് പറയും. സാധ്യത വളരെ കുറവാണ്. ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് നമ്മളതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഒരു പ്ലംബറുടെ കാര്യം, പൈപ്പ് പൊട്ടിക്കെടുക്കുകയാണ്, വീട്ടിലുള്ളത് വയസ്സായ 2 പേര്, നമ്മൾ വിദേശത്തായിരിക്കും, അവർ നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ ഒരു നാട്ടിലൊരു പ്ലംബറെ വിളിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലംബറോട് നമ്മൾ ചോദിക്കുന്നു, അല്ല ഒന്ന് പെട്ടെന്ന് പോയി ഒന്ന് ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ? യെസ് എന്നൊരു പ്ലംബർ പറയോ? ഇല്ല, നമുക്കറിയാം. ഇതേപോലെ തന്നെ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നില്ല, കപ്പാസിറ്റർ പോയതായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അത് സർവീസിന് വേണ്ടി ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യനെ ഫോണിൽ കിട്ടിയാൽ തന്നെ ആളോട് ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരണം, ഫാനില്ലാതെ കിടക്കാൻ പറ്റില്ല, കൊതുകാണ്. യെസ് എന്നൊരു ഇലക്ട്രീഷ്യൻ പറയോ? ഇല്ല, നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ഇവരുടെ കയ്യിൽ നിന്നൊന്നും യെസ് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. പക്ഷെ ടിഞ്ചു പത്മനാഭൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ എല്ലാറ്റിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ്. യെസ് അല്ലെ? തീർച്ചയായിട്ടും. ടിഞ്ചു പത്മനാഭനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ ഒരു ഇലക്ട്രീഷ്യൻ വരുന്നു. ഇത് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലുള്ള പോലെ ഒരു പരിചയമൊന്നും ഒരു ഇലക്ട്രീഷ്യൻ ഇല്ല. നമ്മളൊരു എവിടെയെങ്കിലും കമ്മ്യൂണിറ്റിയിലും ചോദിക്കും, ഏതെങ്കിലും ഇലക്ട്രീഷ്യനെ പരിചയമുണ്ടോ? എന്നിട്ട് ഇലക്ട്രീഷ്യൻ അയാൾ പറയും നാളെ വരാമെന്ന് പറയും. നാളെ വരാമെന്ന് പറയുന്നത് നീളെയാവും, പിന്നെ എന്തെങ്കിലും വരും, ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ആഴ്ച. പക്ഷെ ഇതൊരു എനിക്കൊരു 10 മിനിറ്റിനുള്ളിൽ ഒരു ഇലക്ട്രീഷ്യൻ, ഒരു ഊബർ വിളിക്കുന്ന പോലെ അത്രയും കുറഞ്ഞ സമയം കൊണ്ട് വരുന്നു, സർവീസ് ചെയ്യുന്നു, വളരെ നോമിനൽ ആയിട്ടുള്ള ചാർജ് വാങ്ങിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയപ്പോഴാണ് ഇദ്ദേഹത്തിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ടിഞ്ചു പത്മനാഭനെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹമാണ് OS എന്ന ആപ്പിന്റെ ഫൗണ്ടർ. എങ്ങനെയാണ് ഈ OSലേക്ക് എത്തിപ്പെട്ടതെന്നൊന്ന് ചുരുക്കി പറയാമോ? അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം പറയാം. അന്ന് ആ സർവീസ് ബുക്ക് ചെയ്തത് നേരെ സാർ തന്നെ ഞാൻ പാർട്ട്ണറെ ബുക്ക് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്തുള്ള ആളെ തന്നെ സെലക്ട് ചെയ്തു തോന്നുന്നു, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള. അതുകൊണ്ടാണ് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട്. നോർമൽ ഹാഫ് ആൻ അവർ 1 hour വരെയൊക്കെ എടുക്കാം നോർമൽ കേസിൽ, ചിലപ്പോൾ അതിന് താഴെ എടുക്കാം. അപ്പൊ ഏറ്റവും ക്ലോസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര മീറ്റർ ദൂരത്തിലാണ്, അല്ലെങ്കിൽ പല ഓപ്ഷൻ ഉണ്ട്, 3-4 ഓപ്ഷൻ വരും. റേറ്റിംഗ് റിവ്യൂ നോക്കി എടുക്കാം. അത് കറക്റ്റ് ആയിട്ട് നോക്കി എടുത്തു. എനിക്ക് അറിയാം. അതിന് മുമ്പ് വിളിച്ചിട്ട് ചോദിക്കുക എത്ര ദിവസം കൊണ്ട് വരുന്ന എന്നോട് ചോദിച്ചാലേ, ഞാൻ ഒരു ബുക്കിംഗ് ഇട്ട് എത്ര ദിവസം കൊണ്ട് ഇലക്ട്രീഷ്യൻ വരുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു മിനിറ്റുകൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് OS എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മുടെ സ്വന്തം അനുഭവത്തിന്റെ, അത് ഇതേ റിക്വയർമെന്റ് നമുക്ക് വന്നുകൊണ്ടാണ്. ഞാൻ ഒരു കാർ വാഷ് നടത്തുന്ന ആളാണ്. അപ്പോൾ ഒരു കാർ വാഷിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. അത് അതും ഡെലിവറി ചെയ്യേണ്ട വണ്ടിയിൽ കിടക്കുക. ഇപ്പൊ ഏത് സ്ഥാപനത്തിലും ഇത് തന്നെയാണ് കാര്യം. അപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ വിളിച്ച സമയത്ത് അവർക്ക് ചിലപ്പോൾ വേറെ വർക്കിലായിരിക്കും നമുക്ക് പരിചയമുള്ളവർക്ക്, ചിലപ്പോൾ അവർ മറന്നു പോകും. അങ്ങനെ പല റീസൺസ് ഉണ്ടാവും. അപ്പോൾ അത് 2-3 മണിക്കൂർ വൈകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊത്തം താളം തെറ്റും. ഇത് നമുക്കൊരു തോട്ട് ഉണ്ടാക്കിയ സംഭവം. അതുപോലെ തന്നെ വൈഫിന് ജോലി കിട്ടിയത് വിശാഖപട്ടണം. അപ്പോൾ അവിടെ ചെല്ലാൻ നേരത്ത് ഞങ്ങൾക്ക് ഭാഷ അറിയില്ല, ഏരിയയായിട്ട് ഉള്ള ഒരു ബന്ധമില്ല. നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്ത് ആ വീട് മൊത്തം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എല്ലാ സർവീസും വേണം. ഫിറ്റിങ്ങും ഇതും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് ക്ലീനിങ് എല്ലാ സർവീസും വേണം. ഇതിന് നമ്മൾ എവിടെ പോയി ചെക്ക് ചെയ്യും? ആരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും? അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇത് ഉറപ്പായിട്ടും ഒരു സോഴ്സ് ഇല്ല എന്ന് കണ്ടതുകൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഇതിന് സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ആരംഭിക്കുകയും ആഫ്റ്റർ കൊറോണയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. ഒരു 2-3 വർഷം അതിൻ്റെ പുറകെ വളരെ നല്ല സ്റ്റഡി നടത്തേണ്ടി വന്നിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ 2024 നമ്മൾ പൈലറ്റ് റൺ പോലെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ കൊച്ചി, തിരുവനന്തപുരം, ബാംഗ്ലൂരും കൂടി ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് 3 സ്ഥലത്തുമായിട്ട്. അപ്പോൾ പൈലറ്റ് പ്രോജക്റ്റിൽ ഇപ്പോൾ കൊച്ചി, തിരുവനന്തപുരം, ബാംഗ്ലൂർ 3 സ്ഥലത്ത് ആയിട്ടുണ്ട്. എന്തെല്ലാം സർവീസാണ് ഈ OS ആപ്പിലൂടെ കൊടുക്കുന്നത്? ഒരു വീട്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ സർവീസുകളും, ഇലക്ട്രിക്കൽ വർക്ക് പെട്ടെന്ന് കിട്ടാൻ പ്രയാസമുള്ള, പ്ലംബിംഗ് വർക്ക്, ക്ലീനിങ് സർവീസുകൾ, എൻ്റയർ ഹൗസ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലീനിങ് സർവീസ്, ഡീപ്പ് ക്ലീനിങ് സർവീസ്, പിന്നെ ടാങ്ക്, അതുപോലെ തന്നെ ടാങ്ക് ക്ലീനിങ് ഈ അപ്പാർട്ട്മെന്റുകൾക്ക് ഭയങ്കര ആവശ്യം വരുന്നതാണ്. കാരണം ആ ടാങ്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വാട്ടർ പ്യൂരിഫയറും ഉണ്ടാവും. അങ്ങനെ അതെല്ലാം ചെയിൻ. അത് പലരും ശ്രദ്ധിക്കില്ല. ഈ എപ്പോഴും ഇത് മാറിക്കൊണ്ടിരിക്കേണ്ടി വരും, ഫിൽറ്റർ മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെ വീട്, പിന്നെ അതിനും അപ്പുറത്തേക്കുള്ള പെയിൻറ്റിങ് സർവീസുകൾ, അത്തരം കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻറ്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള നല്ല പാർട്ട്നേഴ്സ് നമുക്കുണ്ട്. അത്തരം സർവീസുകൾ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ സത്യം പറഞ്ഞാന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇവിടുത്തെ ഒരുവിധം കൊള്ളാവുന്ന ലേബർ ഇത്തരം ചെയ്യുന്ന ആൾക്കാരൊക്കെ വിദേശത്താണ്, ഗൾഫ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു കടന്നുകയറ്റമുണ്ട് പല ഇത്തരം ടെക്നിക്കൽ സംഭവത്തിലും. എങ്ങനെയാണ് ഇത്തരം എംപ്ലോയീസിനെ, അല്ല എംപ്ലോയീസ് അല്ലല്ലോ അല്ലെ, ഇത് സർവീസ് പാർട്ണർ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെ? സർവീസ് പാർട്ണർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ക്രൈറ്റീരിയ നോക്കുന്നത്? അവരുടെ ബിഹേവിയറിന് മാർക്ക് ഇടാൻ പറ്റുന്നുണ്ട്, അവരുടെ നോഹൌവിന് നമ്മൾ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയാണല്ലോ ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. റേറ്റിംഗ് ഉണ്ട്, ഉണ്ട്. അത് ഒരിക്കലും നമ്മളുടെ ഫസ്റ്റ് കാൽക്കുലേഷൻ കറക്റ്റ് ആവണമെന്നില്ല. ഞങ്ങൾ ഇപ്പം നമ്മൾ എത്ര ട്രെയിനിങ് കൊടുത്താലും, അല്ലെങ്കിൽ ആ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഒരാളെ നമ്മൾ മാർക്കുന്നത്. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 10 വർഷം മുമ്പ് മദ്രാസിൽ ഒക്കെ പോകുമ്പോൾ നമ്മൾ സിനിമകളിൽ പോലും കണ്ടിട്ടുണ്ട്, നമ്മൾ ചെന്നിറങ്ങുന്നു 10-15 ഓട്ടോറിക്ഷക്കാർ നമ്മൾ വട്ടം കൂടുന്നു, നമ്മളെ ഇപ്പോഴും ഉണ്ടാവും. അല്ല നേരത്തേക്ക് ബാംഗ്ലൂരൊക്കെ ഉള്ള വന്ന് ബസ് ഇറങ്ങുമ്പോൾ റാഞ്ചി കൊണ്ടുപോകും. അത് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ചിലപ്പോൾ 500 മീറ്റർ ആയിരിക്കാം, അവർ തോന്നിയ പോലെ പൈസ പറയണു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 500 എന്ന് പറയും, 400 എന്ന് പറയും. ചിലപ്പോൾ കാലത്ത് പാല് വാങ്ങിക്കാൻ പോകുമ്പോഴാണ് ഇത് 100 മീറ്റർ ഉള്ളത് അതിന്റെ ഇടയ്ക്ക് 2 കിലോമീറ്റർ ഓട്ടോയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പൊ നമുക്കറിയാം, ഊബർ പോലെയുള്ള പ്ലാറ്റ്ഫോം അത് കട്ട് ചെയ്തു. ഇപ്പൊ അവർക്കും അറിയാം, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് അവർ വരുന്നത്. അപ്പൊ ടെക്നോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നൊരാൾ തോന്നി, എനിക്ക് തോന്നിയ കേസാണ്, നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അവർ തന്നെ ക്ലിയർ ചെയ്തിരിക്കും. കാരണം അതേ ആളുകളാണ് ഇപ്പോൾ ഊബറുകാരായിട്ട് മാറിയിരിക്കുന്നത്. പുതിയ ലോകം കൊണ്ടുവന്നേക്കണവരല്ലല്ലോ. അതേ ചെന്നൈക്കാരും അതേ ബാംഗ്ലൂരുകാരും ഊബറിലേക്ക് വന്നപ്പോഴത്തേക്കും വളരെ ക്ലിയറായി. കാരണം ഇതിലൊരു റേറ്റിംഗ് മോശമായി കഴിഞ്ഞാൽ അവരുടെ വർക്കിനെ എഫക്റ്റ് ചെയ്യുന്ന അറിയാം. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്ത് പ്രശ്നം വന്നാലും, പ്രൈസിങ് കൂടുതൽ ചാർജ് ചെയ്യണത് ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം നമുക്ക് ഇവിടെ അഡ്മിനിൽ നോട്ടിഫിക്കേഷൻ വരും, ചാർജ് അയാൾ മെൻഷൻ ചെയ്തേക്കുന്നത് നോർമലിന് കൂടുതലാണോ എന്ന് ക്ലിയർ ചെയ്യാൻ പറയും. അപ്പോൾ അവർ അറ്റൻഡ് ചെയ്യും. പിന്നെ ടൈം കൂടുതലെടുത്ത് വരും, അവരവിടെ നിന്ന് പുറപ്പെട്ടോ എന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും, അവരവിടെ എത്തിയോ എന്നുള്ളത് നമുക്ക് ഇവിടെ നമ്മൾ നോക്കുന്നുണ്ടാവും, സമയത്തിന് എത്തണ്ടോ പോകുന്നുണ്ടോ. അപ്പൊ അങ്ങനെ ഒരു ബാക്ക് ഓഫീസ് അതിലെ വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ് അതിന്റെ ബാക്ക് ഓഫീസ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ കൊച്ചി തന്നെയാണ്, ഇവിടെ തന്നെയാണ്. ഇതെല്ലാം സിസ്റ്റമാണ് മോണിറ്റർ ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു ഭാഗം ഇപ്പോഴും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കസ്റ്റമറുടെയും പാർട്ട്ണറിന്റെയും ബിഹേവിയറാണ്. അവര് ഓരോ സമയത്ത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്, അതിലൂടെയാണ് നമുക്കത് ബെസ്റ്റ് സർവീസ് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നു, അവരും ഇമ്പ്രൂവ് ചെയ്യപ്പെടുന്നു. കാരണം ചില റേറ്റിംഗ് അവർക്കൊരു ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരാളെയാണ് ഞാൻ എടുക്കുള്ളൂ. അത് ചില കേസിൽ ചിലപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. കാരണം ഇപ്പോൾ ഒരു കൊച്ച് കിടന്നുറങ്ങാനുണ്ട്, AC കംപ്ലൈന്റാ, ഇനി എന്ത് വന്നാലും വേണ്ടില്ല ഒരാളെ കിട്ടും. കാരണം ഈ കൊച്ചുറങ്ങില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആ വീട് മൊത്തം കുളമില്ല, ആ വീടും പിറ്റേ ദിവസത്തെ ജോലിയും എല്ലാം കുളവും. അപ്പൊ അവര് നോക്കണത് റേറ്റിംഗ് ഇല്ലെങ്കിലും തൊട്ടടുത്ത് പെട്ടെന്ന് ഒരാളെ കിട്ടുമെന്നായിരിക്കും അവരുടെ പ്രിഫറൻസ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഉള്ള ആളായിരിക്കും. പക്ഷെ മറ്റുള്ള ഇപ്പൊ ഒരു ഇന്റീരിയർ വർക്കോ അല്ലെങ്കിൽ പെയിന്റിംഗ് ആണെങ്കിൽ അവർ ഇമ്മീഡിയറ്റ് എന്നുള്ള സാധനം അവിടെ നിന്ന് വിട്ടിട്ട് ബെസ്റ്റ് റേറ്റിംഗും ഏറ്റവും നല്ല ക്വാളിറ്റി ആരാ ഡെലിവറി ചെയ്യട്ടെ എന്നുള്ളതായിരിക്കും നോക്കണേ. അപ്പോൾ ആ പ്രിഫറൻസ് ആയിരിക്കും നോക്കണേ. അത് പക്ഷെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള അവരായിട്ട് അപ്പോയിന്റ് ഫിക്സ് ചെയ്ത് നമ്മളുടെ ആള് അവിടെ വീട്ടിൽ ചെന്ന് സംസാരിച്ച് എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത്, അതുകൂടാതെ എഗ്രിമെന്റും കൊടുത്തിട്ടാണ്. ഇപ്പം നമ്മൾ നോർമൽ കേസിൽ നമ്മൾ വിശ്വസ്തരാണെന്ന് ഓർത്ത് ഒരു അഡ്വാൻസ് കൊടുക്കും, വിശ്വസ്തരാണെന്ന് ഓർത്ത് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവരായിട്ട് തെറ്റണത്. ശരി, എനിക്ക് മനസ്സിലായില്ല എന്നാണ്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സംഭവം വരുന്നില്ല. വീട് പണി മിക്കവാറും പല വിശ്വസ്തരും നമ്മുടെ ശത്രുവായി മാറാം. ഉറപ്പായിട്ടും. തമിഴിലൊരു ചൊല്ലുണ്ട്, അതിങ്ങനെയാണെന്ന് തന്നെ എന്റെ ഓർമ്മ. ഇത് കല്യാണം പണിപ്പാര്, വീട് കെട്ടിപ്പാര്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്ത് ഇതെല്ലാം ചെയ്യുക. അതിനുവേ ഈ വീട് പണി എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ നിങ്ങളിപ്പോ എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ നിങ്ങൾ B2C, അതായത് ഇന്റീരിയർ ഡിസൈനേഴ്സിനും പിന്നെ അതുപോലെ തന്നെ കസ്റ്റമറിന് B2B B2C, അതായത് ഡിസൈനേഴ്സിനും കസ്റ്റമേഴ്സിനും നിങ്ങൾ സർവീസ് കൊടുക്കും. ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന്റെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പെയിന്റിംഗ് വർക്കുകളും തുടങ്ങി നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ മോണിറ്റർ ചെയ്യും. നമുക്ക് ഇതിലുള്ള കള്ളത്തരങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊന്നും നടക്കണില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തും. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട്, ഒരു മിസ്റ്റേക്ക് പോലും നമ്മൾ
പിന്നെ അത് കണ്ടിന്യൂ ചെയ്യിക്കില്ല. അല്ല, ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്ന് തൊട്ടാണ് നമ്മുടെ മേസ്ത്രിമാരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരിക? അല്ല, ഒരു വീട് കെട്ടാൻ ഇനി കുറച്ചും കൂടി ഈസി ആവുമല്ലോ എന്ന് ആലോചിച്ച് ചോദിച്ചതാ. അത് കാരണം ഇവിടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഇപ്പൊ ഞാൻ വീട് കെട്ടിയിടത്തോളം മനസ്സിലായത്, നമുക്ക് ഒരു 3 മാസം കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയുണ്ടെങ്കിൽ അത് 1 വർഷമായി മാറുന്നത് പലപ്പോഴും ഇത്തരം ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം ആരെങ്കിലും മരിക്കാറുണ്ട് ഈ തൊഴിലാളികളുടെ. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. ശനിയാഴ്ച നേരത്തെ പോവും, തിങ്കളാഴ്ച വരില്ല, ചൊവ്വാഴ്ച നമ്മൾ വിളിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ആദ്യം അവിടെ എത്തുന്ന അവരെ വിളിച്ചു കൊണ്ടുപോകും. പണ്ട് ജഗതിനെ കുറിച്ചിട്ടാണ് സിനിമയിൽ ഈ കാര്യം കേട്ടിരുന്നത്. കാരണം പ്രൊഡക്ഷൻ കൺട്രോൾമാർ ചുറ്റും ലൊക്കേഷനിൽ നിൽക്കും ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അടുത്ത പടത്തിലേക്ക് കൊണ്ടുപോകാൻ. പൈലറ്റ് ആപ്പ് ഇവിടെ റൺ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു സക്സസ് ആണെന്ന് തോന്നുന്നു അല്ലെ? കാരണം ഒരുപാട് പേര് ഇത്തരം ഒരു കോൺസെപ്റ്റ് ആയിട്ട് വന്നിരുന്നു. അതായത് ആപ്പായിട്ട് ബന്ധപ്പെടുത്താതെ നമ്മളൊരു ഫോൺ കോളില് ആൾക്കാരെ അറേഞ്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിൽ വന്നിരുന്നു. പക്ഷെ അവരെല്ലാവരും പിന്നീട് ഇല്ലാണ്ടായിപ്പോയി. അത് ഞാനും തുടങ്ങുന്ന സമയത്തും അതിനുശേഷവും ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ കുറച്ച് എത്തുന്നവരെയും കണ്ടേക്കണവരുണ്ട്, കുറെ പരസ്യം ചെയ്തേക്കണ ഒരേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നെ അവർ അങ്ങനെ ചിലപ്പോൾ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇതിൻ്റെ സൈസ് ഭയങ്കര വലുതാണ്. ഇനിപ്പോലും നമ്മുടെ നെക്സ്റ്റ് ഒരു ഫണ്ടിങ് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടൊരു റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഏതാണ്ട് 100 കോടി രൂപയുടെ അടുത്ത് വരെയും നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും ഒരു നാഷണൽ ലെവലിലേക്കും ഇന്ത്യ ലെവലിലേക്ക് എത്തണമെങ്കിൽ. അതിൽ അല്ല, അങ്ങനെ ഒരു ഇടയ്ക്ക് നിർത്താത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതിന് പുറകിൽ ഒരു വലിയ കഥ പുറത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ട്. 2002-2003 സമയങ്ങളിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി, അദ്ദേഹത്തിൻ്റെ പേര് ജഗദീപ് എന്നാണ്, അദ്ദേഹം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുള്ളി നാട്ടിൽ നിൽക്കുന്നു. നിങ്ങൾ എഞ്ചിനീയറാണ്? അല്ല, എനിക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടേ ഇല്ല. അദ്ദേഹത്തിന് മാത്രമാണ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു എന്തെങ്കിലും ആശയപരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത സമയത്താണ് ഒരു ഐഡിയ വന്നത്. അതായത് ഈ മാട്രിമോണി എന്ന രീതിയിൽ, അന്ന് നമ്മളങ്ങനെ ഇവിടെ ഒന്നും കേട്ടു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു മാട്രിമോണി ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്നൊരു ഐഡിയ ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓൺലൈൻ സംവിധാനം, വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കി ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു സാധനമൊക്കെ നമ്മൾ ഉണ്ടാക്കി. അന്നത്തെ അറിവും ടെക്നോളജിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അതെല്ലാം ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറങ്ങുകയാണ്. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് കുറച്ച് ഡേറ്റാസ് കളക്ട് ചെയ്യാം. ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഫീൽഡിൽ തന്നെ ഇറങ്ങി വേണം, അല്ലെങ്കിൽ ഏജൻസികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വരില്ല. അല്ല, അതാണ് കഥ പറയാൻ. അപ്പോൾ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്ന് ചെല്ലാൻ നേരത്ത് നമ്മുടെ ചെറുപ്പത്തിലുള്ള സമയത്താണ്. അപ്പോൾ 17-18 വയസ്സെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു കുറച്ച് നോ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഡൗണാവും. ആ സമയത്ത് ഒരു പെൺകുട്ടികൾ പോലും അന്ന് ഫോട്ടോ തരില്ല. അവരുടെ വീട്ടുകാർ നമ്മളോട് ഇന്റർനെറ്റിൽ കൊടുക്കാൻ ഫോട്ടോയോ? അന്ന് ഇന്റർനെറ്റിൽ ഫോട്ടോ വരിക എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോട്ടോയേ ഉള്ളൂ. അതായത് ഇന്റർനെറ്റിൽ മാനം പോകുന്നു. അതെ, ഇന്റർനെറ്റിൽ ഫോട്ടോ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര അപരാധവും ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് നമ്മൾ കുറെ ജേർണൽസൊക്കെ, ഇന്റർനാഷണൽ ജേർണലിലൊക്കെ വായിക്കാൻ നേരത്ത് 2013 ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ 50% 2014 കാലഘട്ടത്തിലൊക്കെ കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഞങ്ങൾ തന്നെ പരസ്പരം ആശ്വസിച്ച് പറയാണ്, ഇതിന് ഭയങ്കര സ്കോപ്പുണ്ട്, ഫ്യൂച്ചറുണ്ട്. ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്കും 50% അപ്പോൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾ ഓൺലൈനിലായിരിക്കും വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാരും, പിന്നെ അതൊക്കെ ഇപ്പോഴത്തെ കാര്യം പറ. അത് മാത്രമല്ല, ഇത് ചെന്നത് നമ്മുടെ റിലേറ്റീവിൻ്റെ അടുത്ത് ചെന്നിട്ട് അത് വീട്ടിലെത്തുകയും ചെയ്തു. അപ്പോൾ ഈ മോൻ പഠിത്തത്തിൻ്റെ ഇടയിൽ അവന് ബ്രോക്കർ പരിപാടി കൂടി തുടങ്ങുന്നു. അന്നൊക്കെ ബ്രോക്കർ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ സംഭവമായിട്ടാണ്. അതോടുകൂടി നമ്മൾക്ക് പിന്നെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ല. അതായത് ഇങ്ങനത്തെ ഇത് അവരുടെ അങ്ങനത്തെ ഒരു സ്കോപ്പിനെ പറ്റി അവർക്കറിയില്ല. ആ പരിപാടി നമ്മൾ നിർത്തേണ്ട സിറ്റുവേഷൻ, വേറെ സപ്പോർട്ട് ഇല്ലല്ലോ. ഇന്നിപ്പോ അത് വേറെ പാക്കേജിൽ ഇറക്കാം. ഇന്നിപ്പോ ഡേറ്റിംഗ് ആപ്പായി. അത് ഒരു കാലഘട്ടത്തില് ഇന്റർനെറ്റില് ഒരു ഫോട്ടോ കൊടുക്കാൻ മടിച്ചിരുന്നവര് പിന്നീട് ഷാദി.com, ഭാരത് മാട്രിമോണി, പിന്നെ ഇവിടെ ചവറ മാട്രിമോണി എന്ന് പറഞ്ഞ് കേരളത്തില്, പിന്നെ നായന്മാർക്ക്, നമ്പൂരിമാർക്ക്, പിന്നെ നസ്രാണിക്ക്, അതിലെ റോമൻ കാത്തലിക്കിന്, എൽസിക്ക് എന്ന് പറഞ്ഞ രീതിയിൽ ജാതിയും ഇതൊക്കെ
ബാധിച്ചിട്ട് അതെ പല സെഗ്മെന്റിൽ വന്നു. 2014 ഞാൻ വിവാഹം കഴിക്കുന്ന മാട്രിമോണി വഴിയാ, മറ്റേ അത് ഓൺലൈനായിട്ടാ. അല്ല, ഞാൻ ആ ഡിഫറൻസ് 10 വർഷം കൊണ്ട് കാഴ്ചപ്പാടിലും അല്ലെങ്കിൽ പുറത്തു വന്ന ചേഞ്ച് നമുക്ക് അന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അത്ഭുതത്തോടെ കണ്ട കാര്യം. 2014 അതിനുശേഷം 2024 ആയപ്പോ നമുക്ക് ഇവിടെ ആപ്പുകളുടെ പ്രളയമാണ്, ഡേറ്റിംഗ് ആപ്പ്. അതുപോലെ തന്നെ അന്ന് അല്ലെ ഇത് ഉറപ്പിക്കാനുള്ള കാരണം പറഞ്ഞേ, അന്നൊരു മിസ്സിങ് ആയിരുന്നു ഈ മാറ്റർ, അത് ചെയ്യേണ്ടതായിരുന്നു. ശരി, രണ്ടാമത്തെ ഒരു കേസാണ് ആ സമയത്ത് ഞങ്ങള് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ. ഏത് പീരീഡ്? ഈ സാധനം മടങ്ങിയപ്പോ അടുത്ത സാധനം, അതായത് മാട്രിമോണി ചെയ്യാൻ പറ്റില്ല എന്നുള്ള വീട്ടുകാരെ ഉദ്ദേശിക്കുന്നതല്ലോ, അതായത് ദല്ലാളി പരിപാടി ആണോ എന്നുള്ളത്. അപ്പൊ ആ സമയത്താണ് പിന്നെ ഒരു ഐഡിയ ആണ് വന്നത്, ഇതെന്തായാലും അപ്പൊ നമുക്ക് സിനിമ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ടിക്കറ്റ് എടുക്കുന്ന പരിപാടി അറിയാലോ, ഇടി കൊണ്ട് അതും കൈക്കുള്ള കാര്യകാരം ഒത്തിരി മേത്തേക്കടെ വരെ പിന്നെ പണ്ടത്തെ തിയേറ്ററുകളിൽ ഒരു ഇടിമുറി പോലെയാണ്, ഇടിമുറി പോലെ അത് കാണുന്നത് ഡാർക്ക് ആയിട്ടുള്ള സ്ഥലം. അതെ, ഇപ്പോ എനിക്ക് തോന്നുന്നു ബീവറേജ് കോർപ്പറേഷനിൽ മാത്രമാണ് അത് കാണാനുള്ളത്. അപ്പോ ആ കാലഘട്ടത്തില് അപ്പൊ അങ്ങനെ ഒരു സാധനം വന്നപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മള് കാരണം ഇത് ഇച്ചിരി സൈസ് ഉണ്ട്, പക്ഷെ ഇതിൽ പ്രോബ്ലംസ് ഉണ്ട്. ഈ ടിക്കറ്റ് എങ്ങനെ വെരിഫൈ അന്ന്, അതായത് ഒരു ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ കൊടുത്തു വിട്ടു, അപ്പൊ തിയേറ്ററുകാർക്ക് നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കണം, ഇന്നയാൾ ഇന്ന സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് സീറ്റ് നമ്പറും ഇല്ല, അന്ന് എല്ലാ ടിക്കറ്റിനും സീറ്റ് നമ്പർ എല്ലാ ഇതിലും ഇല്ല. അപ്പൊ നോക്കിയപ്പോ സീറ്റ് നമ്പർ ഉള്ള ഒരു തിയേറ്റർ എന്നുള്ള രീതിയിൽ നോക്കിയപ്പോ അന്ന് EVM ഗ്രൂപ്പിന്റെ തിയേറ്ററുകളാണ്, നല്ല 10-60 തിയേറ്ററുകൾ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ അവരെ ആണെങ്കിൽ AC തിയേറ്ററുകളും കൊള്ളാവുന്ന സംവിധാനം. അപ്പൊ അവിടെയൊക്കെ ഇത്തിരി കൂടി കൊള്ളാം. അങ്ങനെ കോതമംഗലത്ത് ആൻ തിയേറ്ററിന്റെ അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ഓണറെ നമ്മൾ മീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പേര് വിട്ടുപോയി. അപ്പോൾ അവിടെ പോയി കണ്ടു, കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളിക്കും ഉണ്ടായിരുന്ന ഈ ഡൗട്ട്, നമ്മളെങ്ങനെ ഇത് ചെക്ക് ചെയ്യാം, അപ്പൊ ഇവരെങ്ങനെ ടിക്കറ്റ് എടുക്കുക. ഇന്റർനെറ്റ് കഫേ പോയി, ഈ ഇടിയുള്ളണ്ടല്ലോ, കഫേ പോയി ഒരു ടിക്കറ്റ് എടുത്തിട്ട് പോരാം. ശരി, അതൊക്കെ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ കമ്പ്യൂട്ടർ വേണം, അടുത്തൊരു പ്രശ്നമാണ്. അപ്പൊ അന്നൊന്നും തിയേറ്ററിൽ നിൽക്കുന്ന സ്റ്റാഫ് ഇതുപോലെ മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോൺ ഒന്നുമില്ല. അപ്പൊ പിന്നെന്ന് പറഞ്ഞാൽ ഈ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇന്റർനെറ്റ് വഴി ഡെസ്ക്ടോപ്പിൽ നമുക്ക് അന്ന് ഡെസ്ക്ടോപ്പല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പീരീഡ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ 2003-04 തന്നെ, 2003 ഇന്റർനെറ്റിന്റെ ഏർലി സ്റ്റേജ്, അതായത് കമ്പ്യൂട്ടർ കഫേയിൽ പോയി നമ്മളൊക്കെ അങ്ങനെ ഈ ഇന്നലെ എന്ന് പറയുന്നത് പോലെ നമ്മൾ കഫേയിലല്ലേ പോയിക്കൊണ്ടിരുന്നത്, ഇന്റർനെറ്റ് കഫേകളല്ലായിരുന്നു. 56 kbps മോഡം ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു ആ കാലത്ത്. അതെ. അപ്പോ ആ ഒരു അല്ല, നമുക്ക് അന്ന് അത്ര നമുക്ക് ആ സമയത്ത് അത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വന്നൊരു പ്രശ്നം ഇതാണ്, ഇത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അല്ല, നമുക്ക് ആ പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഇത്ര എല്ലാവർക്കും കമ്പ്യൂട്ടർ. കുറച്ച് മുന്നേ പറക്കുന്ന പക്ഷിയാണ്. അത് മുന്നേ പറക്കണു എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് അതിനുള്ള ഇൻഫ്ര ഉണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് നടന്നു പോയേനെ. അത് പക്ഷെ അതിനുള്ള സൈസ് വേണം. ഇന്നത്തെ പോലെയുള്ള എല്ലാ ഇതും ഇല്ലല്ലോ. ഇന്ന് സിനിമ ഇൻഡസ്ട്രീനെ കൺട്രോൾ ചെയ്യുന്നത് പല ആപ്പുകളാണ്, അറിയാമോ? അതായത് പടം ഇറങ്ങി ഫസ്റ്റ് ഷോ 9+ സ്റ്റാറിങ് വേണോ, അതിന് ലക്ഷങ്ങൾ അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ അതിലേക്ക് വരെ മാറിയിട്ടുള്ളതാണ് കേൾക്കുന്നത്. അത് വളരെ നല്ലതല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം. നല്ലതുണ്ട്. നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ആർക്ക് വേണേലും ഒരു തിരക്കില്ലാതെയും, ആദ്യ കാലത്തൊന്നും ഫാമിലി ഒന്നും ഫസ്റ്റ് 2-3 ദിവസത്തേക്ക് സിനിമയ്ക്ക് ഞാൻ പറഞ്ഞ റേറ്റിംഗ് ഡേയ്സ് ആയിട്ട് പറഞ്ഞു, അത് പറഞ്ഞ് ബുക്ക് ചെയ്യാം. അത് വളരെ തീർച്ചയായിട്ടും. അല്ല, റിവ്യൂല് മായം കടത്തണമെന്ന് പറഞ്ഞാണ്. അങ്ങനെയുണ്ട്, അങ്ങനെ കേൾക്കുന്നു. ഇത് അല്ല, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെയല്ല, നമ്മുടെ കസ്റ്റമറുടെ റിവ്യൂ എന്തായിട്ടിരിക്കുന്നത് അത് തന്നെ അവിടെ പ്ലേസ് ആയിക്കൊണ്ടിരിക്കുക, അവരുടെ ഹിസ്റ്ററിയിലേക്ക് വരും. അപ്പോ ടിഞ്ചു പല കാര്യത്തിലും കുറച്ച് മുൻപേ പറക്കുന്ന പക്ഷിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇത് റൈറ്റ് ടൈമാണ്. ഇത് ഇപ്പൊ ഇത്തിരി വൈകിയൊന്നും സംശയമുണ്ട്. അത് കുറച്ചുകൂടി നേരത്തെ നമ്മൾ തുടങ്ങേണ്ടതായിരുന്നു ഇത്. പക്ഷെ കോവിഡ് പല പ്രൊജക്ടുകളെയും കുറച്ചു കാലം അങ്ങോട്ട് തള്ളി നീക്കിയിട്ടുണ്ട്. ഉണ്ട്. കോവിഡ് സമയം നോക്കിയിട്ടുണ്ട്. പക്ഷെ ഈ 2 ഇത് വന്നുകൊണ്ട് ഈ തവണ എന്തായാലും വിടില്ലെന്ന് തീരുമാനിച്ചത്. എന്ത് പ്രതിസന്ധി വന്നാലും എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവിടെ ഇതിലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇത്തിരി ക്യാപിറ്റൽ കൂടി എന്തൊരു ആയാലും ഇരിക്കട്ടെ. അപ്പോഴാണ് ഈ ലോണിനെ പറ്റി കേട്ടിട്ട് മുദ്ര ലോൺ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നേരെ അപ്ലൈ ചെയ്യണം.
അതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ബാങ്കിൽ ചെന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ള കേരള ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ്, തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള ബാങ്കാണ്. കൂടുതൽ പറയണ്ട, പേര് പറയണ്ട. അല്ല, ഞാൻ പറയണതാണ്. ഇത് അവിടെ ചെന്ന സമയത്ത് ഈ പ്രൊജക്റ്റ് കൊടുത്ത സമയത്ത് ഇപ്പോൾ ഈ പറയുന്ന പ്രൊജക്റ്റ് കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ഇത് തരാമല്ല. അപ്പോൾ അതെന്താ? എൻ്റെ അടുത്ത് പുള്ളി അഡ്വൈസായിട്ട് പറയുന്നത്, നിങ്ങൾ പോയിട്ട് ഒരു കാര്യം ചെയ്യും, വല്ല ഹോളോ ബ്രിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റായിട്ട് വാ, ഞാൻ ലോൺ തരാം. എനിക്ക് ദേഷ്യം തോന്നിയില്ല കേട്ടോ. കാരണം ദേഷ്യം തോന്നിയില്ല എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ പാരൻറ്റിൻ്റെ കൂടെയാണ് ഞാൻ അന്ന് അവിടെ പോണേന്ന് വെക്കുക. അവർ വിചാരിക്കും ഒരു ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞാൽ നല്ല വിവരമുള്ള ഒരാളാണ്, അങ്ങേരൊക്കെ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവനെ ഇനി ഒരിക്കലും ചെയ്യും. നല്ല കട്ടപ്പണിക്ക് വിടുന്ന അപ്പം അതെ അപ്പോൾ ഒരു ഹോളോ ബ്രിക്ക് ഉണ്ടാക്കും. അപ്പോൾ ആ പരിപാടി അവിടെ ക്ലോസ് ആയി പോകും. നമ്മളൊക്കെ അദ്ദേഹത്തോട് ഒന്നും തോന്നിയില്ല. അത് കാരണം അതൊരു പഠിച്ച് ജോലി ഇടുന്ന എവിടെയോ കഷ്ടപ്പെട്ടൊരു ജോലി ഇടാൻ വേണ്ടി ബാങ്ക് മാനേജറായിട്ട് അവിടെ ഇരിക്കുന്നു. പുള്ളിക്ക് അവർക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളോട് നോ പ്രോബ്ലം. അല്ല, അവർ റിസ്ക് എടുക്കുന്നവരാണെങ്കിൽ അവർ ഓൺട്രപ്രണർ ആവുമല്ലോ. തീർച്ചയായിട്ടും. അല്ല, അത് തന്നെ നമുക്ക് മനസ്സിലായതുകൊണ്ട് അതിനെപ്പറ്റി പിന്നെ ചിന്തിച്ചില്ല. പിന്നെ അതിൻ്റെ അങ്ങനത്തെ വഴിക്കും പോയില്ല. അതുപോലെ ചെറിയ ചെറിയ രസങ്ങൾ. ഇത് ഈ ആപ്പിന്റെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് എന്താണ്? എനിക്ക് തോന്നുന്നു US-ലൊക്കെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഒന്ന് പുതിയ മാർക്കറ്റ് റീച്ച് ചെയ്യുക എന്നുള്ളത്, അത് ഇതിൻ്റെ ഒരു ബിസിനസ് പാർട്ടാണ്. പിന്നെ ഇത് ടെക്നോളജിക്കൽ പാർട്ടിൽ തന്നെ നമ്മൾ ഈ 100% ഇപ്പോഴും നമ്മളിതിൻ്റെ എങ്ങും എത്തേണ്ടത് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പാർട്ടി ഇനിയും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്ത് ഈ വരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ AI ആയിട്ട് ബേസ് ചെയ്തിട്ട്. അതിന്നും ഗ്ലോബിൽ ഒരു കമ്പനിയും ലോകത്ത് ചെയ്യാത്തൊരു സാധനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം സംസാരിച്ചാൽ മതി, അതിനോട് പറഞ്ഞാൽ മതി, ഇതാ ഇതിങ്ങനെയാണ്, എൻ്റെ റൂം ഭയങ്കര ചൂടാണ്, പ്രശ്നമാണെന്ന് പറഞ്ഞാൽ AC ആയിരിക്കും കംപ്ലൈൻ്റ് അല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങളായിട്ട് അങ്ങനെ ചോദിച്ചാൽ പോലും ഞാൻ പറഞ്ഞത്. അല്ലാതെ നേരെ പോയിട്ട് നമുക്ക് പറയല്ലോ, നമ്മൾ എപ്പോഴും AI പരീക്ഷിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ അതെ അതെ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് നിങ്ങളുടെ കാരണം ചില പല സാധനങ്ങളുടെ പേരുകൾ പലവർക്ക് അറിയാമുണ്ടാവില്ല. ഈ സ്വിച്ചുകളുടെ പേര് അല്ലെങ്കിൽ ഐറ്റത്തിന്റെ പേര്. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതിനോട് പോയി നമ്മൾ സംസാരിച്ച്, അപ്പം സംസാരിക്കുമ്പോൾ ഏകദേശം എത്ര റേറ്റ് ആവും ഇതിന്, എനിക്ക് അങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഉണ്ട്, ഏകദേശം എത്ര റേറ്റ് ആവും എന്ന് വരും. ലാംഗ്വേജ് ഇംഗ്ലീഷാണ് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ലാംഗ്വേജ് മോഡലിൽ നമ്മൾ ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ ലാംഗ്വേജിലേക്കും നമുക്ക് കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട്. പക്ഷെ നമ്മളൊരു ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ശേഷം മറ്റുള്ള വേൾഡ് ലാംഗ്വേജ് ആണ്. പിന്നെ അത് കാരണം അത് പുറത്തേക്കും യങ്സ്റ്റേഴ്സ്, ഞാൻ തീർച്ചയായിട്ടും ഇത് യങ്സ്റ്റേഴ്സിനെ തന്നെയാണ്. അപ്പം അതിൽ ഇംഗ്ലീഷ് ഒന്നും അറിയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ കുറവാണ്. കാരണം AI യൂസ് ചെയ്യുന്നവരുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ ഇത് പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. ആ പ്രശ്നം പറയുക, ജസ്റ്റ് ഒരു ബട്ടൺ ഞെക്കിയിട്ട് കാര്യം പറയുക, രണ്ടാമത്തെ ബട്ടൺ ഞെക്കിൽ ആള് ഡോർ സ്റ്റെപ്പിലെത്തും. അത്രയും ഫാസ്റ്റ് ആയിരിക്കും, അത്രയും സ്പീഡായിരിക്കും. ഇനിയൊരു കാര്യം, ഇപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചത് തന്നെയാണ്, ഒന്ന് വിരലിലെണ്ണാമോ ഏതൊക്കെ സർവീസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് OS ആപ്പ്? വീട്ടിലേക്കുള്ള സർവീസുകളിൽ വരുന്നത് നമുക്ക് ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് വർക്ക്, അതുപോലെ തന്നെ അപ്ലയൻസസ് റിപ്പയറിങ്, തലവേദന പിടിച്ചൊരു സാധനമുണ്ട്, നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാണ് ഇപ്പോൾ പല സാധനങ്ങളും. അപ്ലയൻസസ് റിപ്പയർ, TV നമ്മൾ സർവീസ് ചെയ്യുന്നില്ല. കാരണം ഇന്ന് TV 10,000 രൂപയ്ക്കും 8,000 രൂപയ്ക്കും കിട്ടും. പലപ്പോഴും സർവീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് അതിന്റെ LED ആയിരിക്കും പോയിട്ടുണ്ടാവുക, പകുതിക്ക് മുകളിൽ വരും. അപ്പോൾ അതൊരു നല്ല സർവീസ് കൊടുക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നേക്കുന്നത്. TV മാത്രം ഇല്ല, ബാക്കിയുള്ള ഫ്രിഡ്ജ്, AC എല്ലാം സർവീസ് ചെയ്യുന്നുണ്ട്. AC ഒക്കെ ഇപ്പോൾ ഈ ഞങ്ങള് സർവീസിങ് ഈ ചൂടിന് തൊട്ട് മുമ്പ് തന്നെ എല്ലാ കസ്റ്റമറെ അറിയിച്ചു, ഇതേ ചൂട് വരാൻ പോവാണ്. 450 രൂപയ്ക്കാണ് AC സർവീസിങ് കൊടുത്തോണ്ടിരുന്നത്. ക്ലീനിങ്ങും അല്ല. അതെ, 450 rupees ഉണ്ടായുള്ളൂ. കാരണം അവരും ആ സമയത്ത് ഫ്രീ ആണ്. അത് നമ്മൾ അപ്പൊ ആ സമയത്താണ് ബുക്കിംഗ്. അവർ കൂടുതൽ ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് ഇപ്പൊ അവർ ഭയങ്കര തിരക്കിലാണ്. കാരണം ഈ ഇൻസ്റ്റാളേഷന്റെ വർക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മളത് നേരിട്ട് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന് വഴി നമ്മൾ അപ്ഡേറ്റ് വിടും. അടുത്ത മാസം പ്രൈസ് കൂടുതലാണ്, പൊതുവെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഇത് ഇയർലി ഓഫറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, നേരത്തെ ബുക്ക് ചെയ്യാം. അപ്പൊ ഈ ഫെബ്രുവരിയിലത്തെ കാര്യമാണ് പറയുന്നത്. ഫെബ്രുവരി മാർച്ച് 10 വരെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ വാട്ടർ ടാങ്ക്, വാട്ടർ പ്യൂരിഫയർ ഒക്കെ സ്റ്റക്ക് ഒറ്റ സെക്കൻഡ് ആയിരിക്കുമല്ലോ. പിന്നെ വെള്ളത്തിന്റെ കാര്യം മൊത്തം പോയി. കാരണം അതിന്റെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ടാങ്കർ ലോറിയിലാണ് കൊടുന്നടിക്കുന്നത്. എന്ത് വെള്ളമാണോ നമുക്ക് ഉറപ്പായിട്ട് ഇപ്പൊ എല്ലായിടത്തും വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, വാട്ടർ പ്യൂരിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്യൂരിഫയർ നിന്നാ വെള്ളം നിന്നു,
അല്ലെങ്കിൽ നമ്മൾ വേറെ എടുക്കേണ്ടി വരും, അല്ല ഭയങ്കര പ്രശ്നം. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് വേണ്ട സർവീസുകളാണ്. അപ്പോൾ അത്തരം സർവീസ്, ഗ്യാസ്, അപ്പോൾ ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഗ്യാസ് ലൈനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ, ഇപ്പം ഞാൻ ആദ്യം കാർ വാഷിൽ ഇലക്ട്രിസിറ്റി പറഞ്ഞ പോലെ തന്നെയാണ്, അവിടെയൊക്കെ ഭയങ്കര പെട്ടെന്ന് ക്വിക്കായിട്ട് വേണ്ടതാണ്. അപ്പോൾ അത്തരം സർവീസുകൾ. B2C, അതായത് കസ്റ്റമറിലേക്ക് ഇത്തരം സർവീസുകളെല്ലാം ഉണ്ട്. ഇനി B2B സർവീസ് എന്താണ്? അതായത് ഇന്റീരിയർ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ കോൺട്രാക്ടർമാർക്ക് അത്തരം ബൾക്ക്. അത് ഇപ്പം നമ്മൾ പെയിൻറ്റിങ് വർക്ക്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക്, പിന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടൈൽ വർക്കുകൾ, അത്തരം വർക്കുകളെല്ലാം ഇപ്പം നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. അതും പിന്നെ അതിൻ്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പം ഞാൻ കണ്ടിട്ട് പല ആളുകളും ഇത്തരം പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൊല്യൂഷൻ കംപ്ലീറ്റഡ് അല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഒരു വിദേശത്ത് ഇരുന്ന ഒരാൾക്ക് നാട്ടിൽ നിൽക്കുന്നത് പോലെ വീട് പണിയാൻ പറ്റണം. അതായത് എന്ന് രാവിലത്തെ അപ്ഡേറ്റ് അവിടെ കൃത്യമായിട്ട് കിട്ടണം. കാരണം നമുക്ക് ഒരു കൃത്യമായ ഐഡിയ കിട്ടണം, അത് എന്ത് കിടക്കുന്നു, ഏത് കിടക്കുന്നു, എത്ര കറക്റ്റായിട്ട് പോകണം എന്നുള്ളത് ഐഡിയ കിട്ടണം. ആ രീതിയിൽ തന്നെ അത് നമ്മൾ ആരെങ്കിലും വാട്സപ്പിലൂടെയോ വിളിച്ചു പറഞ്ഞല്ല, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ പ്രോസസ്സ് പോകണം. ടെക്നോളജി അതിനെ, ആ ബിൽഡിങ്ങിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു NRI പാക്കേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഒത്തിരി കേരളത്തിലെ വീടുകൾ ഇപ്പോൾ വെറുതെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം USA തന്നെ ഒരാൾ നാട്ടിൽ വന്ന സമയത്ത് അവിടെ വന്ന് തിരിച്ചൊന്ന് പറയാം 3 ലക്ഷം രൂപ ചിലവായെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീട് നോക്കാൻ ആളുണ്ടായില്ല. അപ്പോൾ എലിയും അതും ഇതെല്ലാം കയറി ഭയങ്കര ഡാമേജ് വന്നു. പിന്നെ പെയിൻറ്റിങ്ങും എല്ലാം കൂടി ക്ലീനിങ്ങും ഇല്ല, എല്ലാം കൂടി ചെയ്യുമ്പോൾ 2-3 ലക്ഷം രൂപ ചിലവായി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇയർലി പാക്കേജ്, നമ്മൾ ഇയർലി ഒരു ഇത്ര പ്രാവശ്യം നമ്മൾ കംപ്ലീറ്റ് അതിൻ്റെ ഹെൽത്ത് ചെക്കപ്പ് കൊടുക്കും. എല്ലാ സംഭവവും ടെസ്റ്റ് ചെയ്ത് ഏതൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കും. വീട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് പെസ്റ്റ് കൺട്രോളിങ്ങും എല്ലാം ചെയ്ത് അവർക്ക് എല്ലാ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും പീരിയോഡിക്കലി കൃത്യമായിട്ട്. അതും ഈ ആപ്പിലൂടെ തന്നെ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാല് നമ്മൾ സാധാരണ ഫ്രിഡ്ജ്, AC-ക്ക് ഇപ്പൊ ഞാനൊക്കെ വെക്കേഷനിൽ നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ പല ഉപകരണങ്ങളും അതോടുകൂടി പോയിട്ടുണ്ടായിരിക്കും. ഫാൻ, അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നതാണ്. ലൈറ്റുകൾ ചിലത് പോകും. അപ്പൊ നിങ്ങൾ മന്ത്ലി ഒരു ഇന്റർവെല്ലാണോ ഇത് വെച്ചിട്ട്? മന്ത്ലിയും ഉണ്ട്. ഇത് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ പലർക്കും വേണ്ടതേ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം ക്വാർട്ടർലിയെങ്കിലും അടഞ്ഞു കിടക്കുന്ന വീട് എൻറ്റയർ ക്ലീൻ ചെയ്ത് പോവുക എന്നുള്ളത്. കാരണം അവർ ആ സമയത്ത് പിന്നെ പെട്ടെന്ന് താമസത്തിന് വരില്ല. അപ്പോൾ അതാണ് അവരുടെ ആവശ്യം. അപ്പം അതിന് വളരെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് പാക്കേജുകൾ അവർക്ക് കൊടുക്കാൻ പറ്റും. ഭയങ്കര റേറ്റ് കുറഞ്ഞ അല്ല പറയണേ. കാരണം സർവീസ് ആവശ്യപ്പെടുന്ന പെസ്റ്റ് ഒക്കെ 1 വർഷത്തേക്ക് വരണം മതി. പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നേരത്ത് 1 വർഷത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ 10 വർഷം വരെ കിട്ടുന്ന പെസ്റ്റ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഇങ്ങനെ എലിയൊക്കെ കയറാനുള്ള ഇതുണ്ടോ, വയറിങ് എന്തെങ്കിലും അതെല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ പല സാധനങ്ങളും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കംപ്ലൈന്റ് ആവണം. അപ്പൊ അതെല്ലാം മൈക്രോവേവ് ഓവൻ അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതിലൊരു വേറെ കാര്യം വെച്ചാൽ ഇതിൽ വേറെ സെക്യൂരിറ്റി കൂടി ഉണ്ട്. കാരണം ഈ വീട് ഇടയ്ക്ക് തുറക്കുന്നുണ്ട്. ഇവിടെ കൊച്ചിയിൽ പറഞ്ഞു കേട്ടില്ലേ, അതായത് അടച്ചു കിടന്നിരുന്ന വീട് വന്നിട്ട് വിൽപ്പന നടത്തി ഒന്ന്, പിന്നൊന്ന് അടച്ചു കിടന്നിരുന്ന വീട് വന്നിട്ട് വേറൊരാൾ വാടകയ്ക്ക് കൊടുത്തു. അതറിഞ്ഞില്ലായിരുന്നു. ഹോസ്റ്റലായിട്ട് വർക്ക് ചെയ്യായിരുന്നു കടവന്ത്രത്ത് പറഞ്ഞിട്ടൊക്കെ പോലീസ് സ്റ്റേഷൻ അടുത്തിടെ പത്രത്തിലുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഇടയ്ക്കിടയ്ക്ക് ആളനൊക്കെ ഉണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും. അത് നമ്മൾ സർവീസ് ചെയ്ത വീടിന്റെ എല്ലാം ഫോട്ടോസ് ചെയ്ത് ഹെൽത്ത് റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്തെങ്കിലും പ്രിവെന്റ് ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ ഇത് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ എന്നുള്ള രീതിയിൽ അതും കൊടുക്കും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. കൂടുതൽ ആൾക്കാരും മലയാളികൾ തന്നെയാണല്ലോ സ്റ്റാഫിൽ കണ്ടത്. അതെ. ഇലക്ട്രീഷ്യൻ ആണെങ്കിലും പ്ലംബർ ആണെങ്കിലും അത് കൊച്ചിയിൽ മലയാളികളാണ്. അപ്പോൾ ബാംഗ്ലൂർ, അവിടുത്തെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ളവർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പല നോർത്ത് ഈസ്റ്റുകാരും അങ്ങനെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മലയാളികൾ ആണ് ആളുകൾക്ക് കൂടുതൽ വീടിൻ്റെ അകത്ത് കയറ്റാൻ താല്പര്യം. പലപ്പോഴും നമുക്ക് പേടിയത് അല്ലെങ്കിൽ ചെറിയ പേടിയുണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞൊരു ഒരു ഭയം നിൽക്കുന്നുണ്ട്. അതൊരു പേടിയുണ്ട്. അതിപ്പോ ചിലപ്പോൾ അവരിൽ ഒത്തിരി നല്ലവരുണ്ടാവാം. അതൊക്കെ ചിലപ്പോഴല്ല, പലപ്പോഴും അവരാണ് വളരെ നല്ലവരുമാണ്. അതുപോലെ തന്നെ ഈ ചില ഇപ്പൊ ക്ലീനിങ് സർവീസിലൊക്കെ സ്റ്റാഫായിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസിലും സ്റ്റാഫായിട്ടുണ്ട്. പക്ഷെ അത് അവിടെ ആളുണ്ട്. അവരുടെ കൺമുന്നിലെല്ലാം സൂപ്പർവൈസിങ് എല്ലാത്തിനും ആളുണ്ടാവും. എല്ലാം ക്ലീൻ ആയിട്ട് എല്ലാം മെഷീനറി ഒക്കെ യൂസ് ചെയ്തിട്ട് എല്ലാം അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവർക്കും വാണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ അവർ കയറാത്ത പിന്നെ ഒരു സ്ഥലം ഉണ്ടാവില്ല. എല്ലാം ഈവൻ കപ്പോഴും
അപ്പോൾ വാല്യുബിൾസ് മാത്രം കീപ്പ് ചെയ്യുന്നത് സെപ്പറേറ്റ് ലോക്ക് ചെയ്തോളണം മാത്രം. വാല്യുബിൾസ് ഉണ്ടെങ്കിൽ അത് റിസ്ക് അത് നമ്മൾ ഫിയർ ഫാക്ടറാണ് മറ്റുള്ളവരെ സംബന്ധിച്ച്. അതൊക്കെ ചില ആളുകൾ നേരെ തിരിച്ചിടുന്നുണ്ട്. ഞാനൊരു തവണ എൻ്റെ കാർ വാഷിൽ വണ്ടി എഴുതാൻ വേണ്ടി ഒരു കസ്റ്റമർ എടുത്തോണ്ട് വരിക. അപ്പോൾ അതിൽ കുറച്ച് ഫുഡ് വേസ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഇവരിങ്ങനെ ഇട്ടേക്കണെന്ന് പറഞ്ഞാൽ അതെടുത്ത് നോക്കിയപ്പോൾ വലിയ 2 വള സ്വർണ്ണവള അതിൽ കിടക്കുക. അപ്പം ഞാൻ അത് പെട്ടെന്ന് അപ്പം തന്നെ എടുത്തു കൊടുത്തപ്പോൾ അവർ പറയാം, അയ്യോ ഈ സാധനം കാണാണ്ടായില്ല, എവിടെയാന്ന് പറയാം, ഐഡിയ കിട്ടി ഉണ്ടായില്ല. എപ്പോഴോ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ അതിൻ്റെ സെൻട്രൽ കൺസോളിൽ ഊരിയിട്ടതാ. അത് വാക്കം ചെയ്തു പോയി. അല്ല, സെൻട്രൽ കൺസോളിൽ ഇട്ട് വെച്ചേക്കണെന്ന്. അതിന്റെ മുകളിലൊരു ഫുഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതും വെച്ചേക്കണു. അതവിടെ ഹൈഡ്. വണ്ടി അവിടെ കിടക്കണു, ഉപയോഗിക്കാതെ കുറച്ച് ദിവസമായിട്ട് കിടക്കണം. അപ്പൊ വീട്ടിൽ ഈ വളാൻ അന്വേഷിച്ചു. പക്ഷെ അവര് മറന്നുപോയി. ഇത് കഴിഞ്ഞ യാത്രയിൽ സെൻട്രൽ കൺസോളിൽ ഊരി വെച്ച കാര്യം മറന്നുപോയി. അപ്പൊ അത് അശ്രദ്ധയാണത്. അത് ഇപ്പൊ ഈ പറഞ്ഞ കേസിൽ മിസ്റ്റേക്ക് പറയല്ലോ. നമ്മൾ ചിലപ്പോൾ അവിടെ കൊണ്ടുവന്നു ഏതെങ്കിലും ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ കിടക്കണാണും, ചിലപ്പോൾ എടുക്കാതിരിക്കും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞ, എടുക്കും എന്നല്ല പറഞ്ഞത്. അപ്പൊ അത് കീപ്പ് ചെയ്യാൻ നമ്മളെപ്പോഴും നമ്മുടെ 100% നമ്മൾ അശ്രദ്ധ കാണിച്ചിട്ട് അല്ല, അത് ശരിയാണ്, തീർച്ചയായും അതെപ്പോഴും നമ്മൾ അവരോടും പറയാറുണ്ട്. അപ്പോൾ ടിഞ്ചു പത്മനാഭൻ സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സർവീസാണ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് OS ആപ്പിലൂടെ. കാരണം എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ നമുക്ക് മെയിൻ്റനൻസും ക്ലീനിങ്ങും പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വർക്കും AC മെക്കാനിക്കും എല്ലാവരും ഒരു വിരൽ തുമ്പിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അതും മിനിറ്റുകൾക്കുള്ളിലെ. ഇനി അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ ഒരു പ്രൈസിങ് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാം വളരെയധികം ഒരു എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കുറവാണ് എനിക്ക് തോന്നിയത്. ഇത് ഊബർ പോലെയുള്ള എന്തെങ്കിലും സ്ട്രാറ്റജി ആണോ? ഇപ്പോൾ തുടങ്ങി പിന്നെ കുടുങ്ങി എന്നുള്ള രീതിയിൽ ഇത് കൂട്ടാനാണോ? അല്ല, ഇത് ആക്ച്വലി ഇത് കുറവ് പ്രൈസ് ഒന്നിനുമില്ല. ഞങ്ങളുടെ പ്രൈസിൽ കൂടുതലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയാണ്, കുറഞ്ഞ പ്രൈസൊന്നുമില്ല. അതൊരു മാർക്കറ്റിൽ കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള പ്രൈസിങ്. നമ്മൾ കൂടുതൽ മേടിക്കാൻ സമ്മതിക്കില്ല. അത് അങ്ങനൊരു സംഭവം വരില്ല. വന്ന കേസുകൾ ഉണ്ട് കേട്ടോ, അപൂർവമായിട്ട്. അതായത് നമ്മളൊരു 1000 സർവീസ് നടക്കുമ്പോൾ 2-3 സർവീസിൽ എന്തെങ്കിലും വന്നാൽ അത് ഞങ്ങൾ ഇടപെടും. ഞങ്ങളത് റീഫണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഇതാക്കില്ല. ഓവർ പ്രൈസ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, കുറവില്ല. അത് ഇപ്പം ആദ്യം പറഞ്ഞ പോലെ ഒരു കമ്പനിയുടെ പേരെടുത്ത് പറയാം, പിന്നീട് അതിൽ അങ്ങനത്തെ ട്രാപ്പൊന്നുമില്ല. പിന്നീട് വില കുറയ്ക്കാനോ അല്ല കൂട്ടാനോ ഒന്നുമല്ല, ജെന്യൂൻ പ്രൈസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഓഫർ റൺ ചെയ്യുന്നില്ല. പലപ്പോഴും എന്താ വെച്ചാല്, ഇതിപ്പോ ഒരു ഫാൻ മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഇതിലിപ്പോ എത്രയാണ്? 300 അങ്ങനെ ഒരു ചാർജാണ് ഞാൻ കണ്ടത്. നോക്കണം, സിറ്റിയിലെ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസം. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി ഒരു ഇലക്ട്രീഷ്യന് വരിക എന്ന് പറയുമ്പോൾ അയാൾക്കൊരു ചെലവ് കൂടുതലുണ്ട്. ആള് വിളിക്കുന്ന സ്ഥലത്തു നിന്ന് അയാൾ വരുന്നു, ചെയ്യുന്നു, പോകുന്നു. പക്ഷെ അയാൾക്ക് ഒരു കൂലി വർക്കൗട്ട് ആവണമെന്നില്ല അവിടെ. അല്ല, അത് ഇപ്പൊ അവിടെയാണ് ഇത് ഒരു ഗുണം. നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് നിങ്ങൾ സർവീസ് എവിടെയാണോ ബുക്ക് ചെയ്ത് ഒരു കസ്റ്റമർ ബുക്ക് ചെയ്യണ എൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളെ വിടുന്നത്. അപ്പൊ അവർക്ക് ആ ട്രാൻസ്പോർട്ടേഷന്റെ പൈസ അവിടെ തന്നെ കുറയും. പിന്നെ നമ്പേഴ്സ് അവർക്ക് കൂടുതൽ കിട്ടുക, അതിൽ അവർ ഓക്കെ. ഇപ്പൊ ഒരു ദിവസത്തിന് ആകെ കണ്ടിന്യൂസ് വർക്കല്ല, ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ബിസി ആണെന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറി അപ്പോൾ അവർക്ക് വർക്ക് കിട്ടില്ല. നമ്മുടെ ലൈവ് സ്റ്റാറ്റസിൽ നിന്ന് അവർ മാറും. അവർക്ക് വർക്ക് റെഡി ആണെങ്കിൽ അവർക്ക് ലൈവ് സ്റ്റാറ്റസിലിടാം, കൂടുതൽ ആളുകൾ ബുക്ക് ചെയ്ത് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ വളരെ ചെറിയൊരു ഫീ ആണ് നമ്മൾ അവരിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അത് വളരെ കുറച്ച് പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അത് എടുക്കുന്നുള്ളൂ. അത് ചില സർവീസിന് ഇല്ലാതെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ കസ്റ്റമർക്ക് സർവീസ് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ പോലും എടുക്കുന്നില്ല. സോ നിങ്ങൾ അത്രയും ബെസ്റ്റ് റേറ്റ് തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെയുള്ള ഒരു കസ്റ്റമേഴ്സിൽ അവരൊരു സാറ്റിസ്ഫാക്ഷൻ ഇത് എങ്ങനെയുണ്ട് അവരെ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അറിയാലോ. കാരണം പലപ്പോഴും റേറ്റിംഗിൽ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സർവീസ് കഴിഞ്ഞുകൊണ്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. പൊതുവെ ഇതിനോടൊരു ആക്സെപ്റ്റൻസ് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഞാൻ 100% വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ സർവീസ് നടന്നിരിക്കുന്ന ആളുകളിൽ നമ്മുടെ അത് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് മനസ്സിലാവും. റിവ്യൂ നെഗറ്റീവ് വന്നിരിക്കുന്നത് അവിടെ സർവീസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇല്ല എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഇല്ലാത്ത സ്ഥലത്ത് സർവീസ് ബുക്ക് ചെയ്തിട്ട് അവിടെ സർവീസ് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ വന്നിട്ട്. അപ്പോൾ നിങ്ങൾ പിൻ നമ്പറോ അല്ലെങ്കിൽ GPS വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സിറ്റി ഏരിയ ചിലപ്പോൾ അതിനങ്ങ് ഔട്ടറിലൊക്കെ വന്നിട്ടാണ് അത്തരം ബുക്കിംഗ് ഏരിയ. ഒരു ടൗണിൽ നിന്ന് ഇച്ചിരി മാറി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ വരുന്നിടത്താണ് അങ്ങനത്തെ പോലെ. അല്ലാത്ത കേസിൽ ഇത് സാറ്റിസ്ഫൈഡ് അല്ലാത്ത കേസുകൾ വരുമ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യാറുണ്ട്.
കാരണം അവരുടെ റിവ്യൂവിന് ഭയങ്കര വില കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ റിവ്യൂ വെച്ചിട്ടാണ് ഈ സിസ്റ്റം ഇനി ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ ഒന്ന് സിംഗിൾ സ്റ്റാറോ ഡബിൾ സ്റ്റാറോ ട്രിപ്പിൾ സ്റ്റാറോ അവിടെ ഞെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായ റീസൺ ഉണ്ട്. നമ്മളെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള മനഃപൂർവ്വം സിംഗിൾ സ്റ്റാർ ഇടുന്ന ആളുകളെ അറിയാം. കാരണം അവർ അതിൻ്റെ വ്യക്തമായ കാര്യം കൂടി അവിടെ എഴുതും, റീസൺ എഴുതും. അങ്ങനെ എഴുതുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സിംഗിൾ സ്റ്റാർ ഇടുന്ന ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ വിളിച്ചറിയിക്കുകയും ചെയ്യും. ചില കസ്റ്റമറെ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ബാംഗ്ലൂരൊക്കെ ഉള്ളവരെ അവരോട് താങ്ക് യു പറയാനായിട്ട് വിളിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നമ്മൾ അറിയാതെ വന്നേക്കണ എന്തെങ്കിലും കേസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്നത്. ശരി, ഇനിയിപ്പോ ഇതിപ്പോ കൊച്ചിയിലും തിരുവനന്തപുരത്താണ് കേരളത്തിലുള്ളത്. അതെ. ഇനി ഇത് കൊച്ചി തിരുവനന്തപുരം അല്ലാതെ കേരളത്തിൽ ഇനി വരും മാസങ്ങളിൽ ഏതൊക്കെ സ്ഥലത്ത് വരുന്നുണ്ട്? നമുക്ക് തൃശ്ശൂർ അത്യാവശ്യം നല്ല മാർക്കറ്റാണ്, കാലിക്കറ്റ് നല്ല മാർക്കറ്റാണ്. അവിടെയൊക്കെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ട്രയൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, ഓൾറെഡി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ മാർക്കറ്റിലേക്ക് നമുക്ക് എത്തണം. ആ മാർക്കറ്റിന്റെ പ്രത്യേകത വെച്ചാൽ അവിടെ അത്തരം സിറ്റികളിൽ ഒരു 90% ആളുകൾ ആ സിറ്റിയിലുള്ളവർ തന്നെയാണ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ഒരു നെറ്റ്വർക്കും സർക്കിളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ സർവീസ് ഒക്കെ ആയിട്ട് പോകും. അതൊരു പ്രധാന പോയിന്റ് ആണ്. ഈ കൊച്ചി തിരുവനന്തപുരം പോലത്തെ സ്ഥലത്ത് കൂടുതൽ ആൾക്കാർ നമ്മൾ മുംബൈയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, പുറമെ നിന്ന് വന്ന് ഇവിടെ ഇലക്ട്രീഷ്യൻ ആരാണ്, ഇവിടെ പ്ലംബർ ആരാണെന്ന് അറിയാതെ അവിടെ വന്ന് വാടകയ്ക്കോ ഇതായിട്ട് അല്ലെങ്കിൽ അവിടെ വന്ന് താമസിക്കുന്നു. ഇത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ രണ്ടുണ്ടാവും ഗുണം. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമർക്കും കൂടെ ഇനി ഈ കോഴിക്കോടുന്നോ കൊച്ചിന്നോ ഒരു വൈഫിന് ജോലി കിട്ടിയിട്ട് ഒരു ഹസ്ബൻഡ് ഇലക്ട്രീഷ്യൻ കൂടെ വന്ന് കഴിയുമ്പോൾ ഇനി അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടാൻ വേണ്ടി അലഞ്ഞേരി നടക്കണ്ട. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ സർവീസ് പാർട്ട്ണറായിട്ട് രജിസ്റ്റർ ചെയ്യാം. നല്ല ബെസ്റ്റ് സർവീസാണ് കൊടുക്കണമെങ്കിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ അവർക്കും പറ്റും. അതൊരു സാധ്യതയാണ്, രണ്ടുപേർക്കുള്ള സാധ്യതയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ടിഞ്ചു പത്മനാഭനോടാണ്. ടിഞ്ചു പത്മനാഭൻ അല്ലാറ്റിനോട് OS ആണ്. അങ്ങനെ അദ്ദേഹം ഒരു OS ആപ്പ് ഡെവലപ്പ് ചെയ്തു. ആ പേര് ഇഷ്ടപ്പെട്ടോ OS എന്നുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പല വട്ടം റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം ഞാനൊരു ബ്രാൻഡിങ് കൺസൾട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഈ OS എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്, നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു. അതെ, പലപ്പോഴും ആ പേര് കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കുന്ന ആളുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ OS ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. ഇല്ല, OS ഞങ്ങൾ റെഡിയാണ് രീതിയിലാണ് തന്നെ. അങ്ങനെ ഒരു റെഡിയായ നല്ലൊരു ടീം നമുക്കുണ്ട്. അത് വീക്കാൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള 3000-ഓളം ആളുകൾ ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ടോട്ടലായിട്ടുണ്ട്. അതില് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ഒത്തിരി ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും OS ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഇതൊരു പാൻ ഇന്ത്യൻ കമ്പനിയും പാൻ ഇന്ത്യയിൽ ഇനി നമ്മൾ ഒരു എന്താ പറയാ മറ്റൊരു ലെവലിലേക്ക് ഇത് മാറി ഇന്ത്യയിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു സ്റ്റാർട്ടപ്പായിട്ട് ലോകത്ത് അറിയപ്പെടുന്ന രീതിയിൽ ഇത് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അമേരിക്കയിലേക്കുള്ള ഒരു ക്ഷണമുണ്ടല്ലോ അല്ലെ, അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് കേട്ടു. US അതിന്റെ കമ്പനി രജിസ്ട്രേഷനും അവിടുത്തെ ലീഗൽ പ്രൊസീജിയേഴ്സും എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു. വരുന്ന വളരെ ഷോർട്ട് ഡേയ്സിനുള്ളിൽ തന്നെ നമ്മളവിടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇതുവരെ ഇരുന്നതിന്, നമ്മളോട് സംസാരിച്ചതിന്, അനുഭവം പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു.